രക്ഷാപ്രവർത്തകർ ഇപ്പോഴും അവിടെ വലിയ തോതിലുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഈ വലിയ പാറകൾ ഇതാ നോക്കൂ, ഒരു മനുഷ്യൻ അതിൻ്റെ അടുത്തുകൂടി നടന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തെക്കാൾ ഉയരമുള്ള പാറകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരം വലിയ പാറകളൊക്കെ വന്നിടിച്ച് കടന്നു പോയ ഇടങ്ങൾ എത്രമേൽ ശേഷിക്കുമെന്നത് നമുക്ക് കണ്ടറിയാവുന്നതാണ്. ആ ദൃശ്യങ്ങൾ പേടിപ്പിക്കുന്നതാണ്. ഇത്രയും വലിയ പാറക്കല്ലുകളാണ് ഈ മലവെള്ളപ്പാച്ചിൽ ഒഴുകിയെത്തിയെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഒഴുക്കും അതുണ്ടാക്കിയ ആഘാതവും എത്രത്തോളം വലുതാണ്. ആ ഒരു വീടിൻ്റെ അവശിഷ്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യൻ എത്ര പ്രതീക്ഷയോടെ സുരക്ഷിതമെന്ന് ഉറച്ചു വിശ്വസിച്ച് പണിതുയർത്തിയ വീടുകൾ ഒരൊറ്റ നിമിഷം കൊണ്ട് അതിൻ്റെ അവശിഷ്ടം മാത്രം ബാക്കി വെച്ചുകൊണ്ടില്ലാതെ പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. അവരെവിടെയാണ് എന്ന് നമുക്കറിയില്ല. എത്ര വലിയ ഭീമാകാരമായ പാറക്കല്ലുകളാണ് അവിടെ വന്ന് കിടക്കുന്നത്. ഇതൊക്കെ ഒഴുക്കിക്കൊണ്ട് പോരാൻ പാകത്തിൽ ശക്തമായ ജലപ്രവാഹമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് അമ്പരപ്പിക്കുന്നതാണ്. 1-2 വീടുകളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് നമുക്ക് ആ മേഖലയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇത് ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വീടുകളൊക്കെ ഇരുന്നിരുന്ന ഭാഗത്ത് വന്ന് കിടക്കുന്നത് ഹിമാകാരമായ പാറകളാണ്. വാഹനങ്ങളുടെ അപ്പുറത്ത്, രണ്ടാമത്തെ വീടിൻ്റെതെന്ന് തോന്നുന്നത്, അപ്പുറത്ത് ഒരു വാഹനം അവിടെ കിടക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല. ഒരു ദുരന്തത്തിൻ്റെ ഏറ്റവും ഭീതിതമായ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാശനഷ്ടമൊന്നുമില്ല. ആളുകൾ നടന്നു പോകുമ്പോൾ അവരെക്കാൾ ഉയരമുള്ള വലിയ പാറകൾ വന്നു നിൽക്കുകയാണ്. അതിനപ്പുറത്ത് കാണുന്ന ആ പാറ എന്ന് പറയുന്നത് അതിനേക്കാൾ വലുതാണ്. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളൊക്കെ വലുതാണ്. ഇതൊക്കെ ഒഴുക്കിക്കൊണ്ടുവന്ന വലിയ ജലപ്രവാഹം ഉണ്ടാക്കിയ ആഘാതം എത്രത്തോളമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. ഷംസാദ് മരക്കാർ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷംസാദ് മരക്കാർ, ഈ ഓരോ നിമിഷവും കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ പേടിപ്പെടുത്തുന്നതാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ സംഭവിച്ച വലിയ ദുരന്തത്തെക്കുറിച്ച് അങ്ങേക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ചൂരൽമലയിൽ നമ്മളിപ്പോൾ നിലവിൽ റെസ്ക്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളെ നമ്മൾ റെസ്ക്യൂ ചെയ്തു. വീടുകളിൽ നമ്മൾ പരിശോധന നടത്തുകയാണ്. ഏതെങ്കിലും വീടുകളിലകത്ത് ആരെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ കഴിയും. അതിനപ്പുറം മണ്ണിനടിയിലേക്ക് ആരെങ്കിലും ഉൾപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ നമ്മളിപ്പോൾ പ്രാദേശികമായ ആളുകളുടെ സഹായത്തോടു കൂടിയാണ് റെസ്ക്യൂ മുന്നോട്ട് പോകുന്നത്. അവർക്ക് അതിനുള്ള നമുക്ക് അത്ര കഴിയില്ല. പക്ഷെ എന്നാലും നമ്മൾ ഓരോ വീട്ടിലും ഉള്ള റെസ്ക്യൂ നമ്മൾ നോക്കുന്നുണ്ട്, ആരെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടോ. ഒരൊറ്റ മിനിറ്റ് ശ്രീ ഷംസാദ് മരക്കാർ, ഈ ലയങ്ങൾ ഏതാണ്ട് 9 ലയങ്ങൾ ഒലിച്ചു പോയി എന്നാണ് അറിയുന്നത്. അവിടെ ഒരു 65 കുടുംബങ്ങൾ ഉണ്ടായി എന്നും കേൾക്കുന്നു. അവിടെയൊക്കെ ആൾതാമസം ഉണ്ടായിരുന്നതാണോ? മുണ്ടക്കയിലാണ്. പക്ഷെ അവിടെ ഇതുവരെ നമുക്ക് അവിടെ നിന്ന് തരുന്ന വാർത്തകളും വിവരങ്ങളും അല്ലാതെ നമുക്ക് അവിടെ ഇതുവരെ എത്താൻ മുണ്ടക്കയിൽ പറ്റിയിട്ടില്ല. അവിടെ ഒരുപാട് ലയങ്ങളും റിസോർട്ടുകളും വീടുകളും ഒക്കെ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ആളുകൾ വിളിച്ച് നമ്മളോട് പറയുന്നത്. ഈ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ളൊരു റേഞ്ചിന്റെ മൊബൈലിന്റെ പ്രശ്നങ്ങളും റോഡ് കണക്ടിവിറ്റിയും ഇല്ലാത്തതുകൊണ്ട് എത്ര ഡീപ്പായിട്ടാണ് ഈ അപകടം നടന്നത് എന്ന് അറിയില്ല. പക്ഷെ അവിടെ ആളുകൾ പറയുന്നതനുസരിച്ച് ലയങ്ങളുണ്ട്, വീടുകളുണ്ട്. നമ്മൾ ഹോസ്പിറ്റല് പോയിരിക്കുന്നു. സ്കൂളുകൾക്ക് ഒരു സ്കൂളുണ്ട്, അത് അപകടത്തിലാണ് എന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് ആളുകൾ തരുന്ന വിവരം. നമുക്ക് അവിടെ എത്തിയാൽ മാത്രമേ അതിന്റെ ഒരു പൂർണ്ണമായ വ്യാപ്തി മനസ്സിലാവുള്ളൂ. പക്ഷേ എത്താൻ കഴിയാത്തൊരു സാഹചര്യമില്ലേ? റോഡില്ല, പാലമില്ല, എങ്ങനെയാണ് മുണ്ടക്കയിലേക്ക് പോവുക? നമ്മളിപ്പോ NDRFനെ കൊണ്ട് താൽക്കാലികമായി റോപ്പ് ചെയ്ത് അവരെ മുണ്ടക്കയിലേക്ക് എത്തിക്കുകയും അവരവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞു തരിക എന്നുള്ള രീതിയിലാണ് ചെയ്യാൻ പറ്റും. എന്നാൽ പോലും നമുക്ക് റെസ്ക്യൂ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് അവിടെ എത്താൻ പറ്റും, പക്ഷെ റെസ്ക്യൂ ഒരിക്കലും നമുക്കൊരു റോഡ് മാർഗം പോസിബിൾ അല്ല. അല്ലെങ്കിൽ നമ്മൾ താൽക്കാലിക പാലം നിർമ്മിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ പിന്നെ രേഖ വഴി എന്ന് പറഞ്ഞ എയർലിഫ്റ്റ് മാത്രമാണ്. പക്ഷെ അവിടെ ഹെലികോപ്റ്ററുകൾക്കും എത്താൻ കഴിയുന്നില്ലല്ലോ ശ്രീ ഷംസാദ് മരക്കാർ. ഇപ്പം കാലാവസ്ഥയിൽ ചെറിയൊരു മാറ്റമുണ്ട്. അങ്ങനെ മഴ കാര്യമായി പെയ്യുന്നില്ല.
അതുകൊണ്ട് ഹെലികോപ്റ്ററുകൾക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണോ അങ്ങ്? അതെ, ഇപ്പം നിലവിൽ മഴയില്ല. ഞാനിപ്പോൾ ചൂരൽമല റെസ്ക്യൂ സ്ഥലത്താണ് ഉള്ളത്. അവിടെ മഴയില്ല. മഴ ചെറിയ രീതിയിലുള്ള ഒരു വലിയ കുഴപ്പങ്ങൾ കാണിക്കുന്നില്ല മഴയിൽ. ഇനി അവിടെ ഒരു മഞ്ഞിന്റെ ഒരു പ്രയാസം ഉണ്ട്, മിസ്റ്റ് ഉണ്ടാവുന്ന സ്ഥലമാണ്. അപ്പൊ അതായിരിക്കും. പക്ഷെ ഇതല്ലാതൊരു മാർഗം അവർ റെസ്ക്യൂ ചെയ്യാൻ നമ്മുടെ അടുത്ത് ഇല്ല ഇനി എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ പാലം നിർമ്മിക്കണം, അല്ലെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യണം. അല്ലാതെ എങ്ങനെ അവരെ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അവര് നമ്മൾ ഇവിടുന്ന് കൈ കാണിച്ചു കാണും. അവരപ്പുറത്തുണ്ട്, ഞങ്ങൾ ഇപ്പുറത്തുണ്ട്. പക്ഷെ നമുക്ക് അപ്പുറം എത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഈ പലയിടങ്ങളിൽ പെട്ടുകിടക്കുന്ന മനുഷ്യരുണ്ട്. നേരത്തെ ട്രിവാലി റിസോർട്ടിൽ നിന്ന് സനൽ എന്ന് പറയുന്ന ഒരാൾ നമ്മളെ വിളിച്ചു. 10-60 പേര് അവിടെ ഉണ്ട്. അവർ രക്ഷപ്പെട്ട് താൽക്കാലികമായി സുരക്ഷിതരാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണ്. പക്ഷെ ഇപ്പോൾ ഈ മണ്ണിനടിയിലും ഒക്കെ പെട്ടുകിടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ രക്ഷാപ്രവർത്തനമാണ് ഏറ്റവും പ്രാഥമികമായി കണക്കാക്കേണ്ടത്. ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ അവിടെ? നിലവിൽ NDRFന്റെ ഒരു സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. സൈന്യത്തിന്റെ 1-2 ആളുകൾ വന്ന് പരിശോധനയൊക്കെ നടത്തി പോയി എന്നതിനപ്പുറം പിന്നെ ഇവിടെ സാധാരണ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെയുള്ള ഒരു സംവിധാനം മാത്രമാണുള്ളത്. പക്ഷെ അതുകൊണ്ട് ഈ മുണ്ടക്കൈയിലെ റെസ്ക്യൂ ഒരു കാരണവശാലും നമുക്ക് നടത്തിയെടുക്കാൻ കഴിയുന്നില്ല. ചൂരൽമലയിൽ ആവശ്യത്തിന് രക്ഷാപ്രവർത്തകരുണ്ട്. ചൂരൽമലയിൽ രക്ഷാപ്രവർത്തകരെക്കാൾ കൂടുതൽ ഇവിടുത്തെ പൊതുജനങ്ങളാണ് ഏറ്റവും വലിയ രക്ഷാപ്രവർത്തകരായി ഇപ്പോൾ നിലവിൽ ചൂരൽമലയിൽ പ്രവർത്തിക്കുന്നത്. അവർ നല്ല രീതിയിൽ അവർക്ക് ഇത് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മളിപ്പോൾ റോഡെല്ലാം ക്ലിയർ ചെയ്തു. അവിടെയൊക്കെ നമ്മൾ പരിശോധന നടത്തി. അതിലൊന്നും നമുക്ക് വേറെ ബോഡി റിക്കവർ ചെയ്യാൻ വേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മളത് നന്നായിട്ട് അവിടെ നടക്കുന്നത്. മുണ്ടക്കയിലേക്കുള്ള കാര്യങ്ങളാണ് കൂടുതൽ ആശങ്കയായി നിൽക്കുന്നത് അല്ലേ? അതെ അതെ അതെ. ഈ ശരി, അങ്ങേക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ചൂരൽമലയിലെ കാര്യങ്ങളാണല്ലോ. അവിടെ അങ്ങേക്ക് കൃത്യമായി വ്യക്തമായി വ്യക്തിപരമായി കൂടി അറിയാവുന്ന പ്രദേശങ്ങളാണ്. ഏകദേശം ഒരു കണക്ക് നമുക്ക് കിട്ടുന്നുണ്ടോ? അതായത് ഒരുപാട് വീടുകൾ സംബന്ധിച്ച് ഒക്കെ ആളുകൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. വീടുകളും ലയങ്ങളുമാണ് കൂടുതൽ അപകടത്തിൽപ്പെട്ട ലയങ്ങളിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അത് പക്ഷെ അതിൽ കുറെ പേര് നമുക്ക് റിക്കവർ ചെയ്ത് അവര് സേഫായ ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. അത് നമുക്കൊരു പ്രതീക്ഷയാണ്. അപ്പം അവിടെ നമുക്ക് പൂർണ്ണമായൊരു കണക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് അവിടെ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രദേശത്ത് എവിടെയെങ്കിലും അവർ സേഫാണ്. അവർക്ക് ആ ഒരു കാര്യം മാത്രമേ അറിയുന്നുള്ളൂ. തൊട്ടടുത്ത കാര്യം അവർക്ക് അറിയില്ല. നമ്മൾ അവിടെ എത്തിയാൽ മാത്രമാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടുള്ളൂ. ഈ ചൂരൽമലയിലും ലയങ്ങൾ ഉണ്ടായിരുന്നോ? ചൂരൽമലയിൽ ലയങ്ങളില്ല. അവിടെ വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. അതിൽ 2 വിദേശികളുണ്ടായിരുന്നു. അവർ റിക്കവർ ചെയ്തിരുന്നു. വീടുകൾ പൂർണ്ണമായും അപകടത്തിൽപ്പെട്ട സാഹചര്യമുണ്ടോ ചൂരൽമലയിൽ? ചൂരൽമലയിൽ ഒരുപാട് വീടുകൾ പൂർണ്ണമായും തകർന്നു പോയി. ഭാഗികമായി തകർന്ന ഒരുപാട് വീടുകളുണ്ട്. അവിടെയുള്ള ആളുകളെയൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ശ്രീ സംഷാദ് മരിക്കാർ? നിലവിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല. നമ്മൾ ഒരു വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു, എത്ര വീട്, എത്ര ആളുകൾ എന്നുള്ള കണക്കെടുക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമ്മളോട് സഹായം അഭ്യർത്ഥിച്ച് ഇന്ന് മുഴുവൻ ആളുകളെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? അതെ അതെ. ശരി, വളരെയധികം നന്ദി ശ്രീ സംഷാദ് മരിക്കാർ.